അപ്പം നമ്മുടെ കോഴിയമ്മ പോയി. ഇന്ന് രാവിലെ ഒരു ഒച്ച കേട്ട് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തോ ഒരു കോഴി കരയുന്ന ഒച്ച കേട്ടായിരുന്നു. പക്ഷേ ചെന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ ഒന്നും കാണുന്നില്ല. എന്തോ കീരിയോ എന്തോ പിടിച്ചുകൊണ്ട് പോയതായിരിക്കണം. എന്തായാലും കാണുന്നില്ല. നമ്മൾ കോഴി വളർത്തലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിലൊന്നും അല്ല കോഴി വളർത്തൽ. അപ്പോൾ 2 കോഴിയെ ഞാൻ വാങ്ങിച്ചതാണ്. അതിൽ ഒരു കോഴി ഒരു ചെറുപ്പത്തിൽ തന്നെ പോയി. ബാക്കി നിന്നൊരു കോഴിയാണ് ഇവളിപ്പോൾ അത്യാവശ്യം ഒരു 3-4 മാസം ആയിട്ടുണ്ടായിരുന്നു. മുട്ടയിടാറായതാണ്. പക്ഷേ നമുക്കൊരു 2 കോഴിക്ക് കൊണ്ട് 250 രൂപയേ ആയിട്ടുള്ളൂ. നമ്മൾ ലാഭം പ്രതീക്ഷിച്ചൊന്നും അല്ല. എന്നാലും നമുക്കൊരു 10 മുട്ട കിട്ടിയാൽ നമുക്ക് ലാഭമാണ് താനും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇത് അവിടെ ഇവിടെയൊക്കെ കാഷ്ടിച്ച് വെക്കും വീട് മുറ്റത്തൊക്കെ. അന്നേരം നമുക്കത് തുടച്ച് കളയേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതുന്നവർക്ക് പ്രശ്നമാണ്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. നമുക്ക് കുറേ മൊമെൻറ്റ്സ് ഉണ്ട് കോഴിയായിട്ടുള്ള, നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രം വളർത്തിയതാണ്. നമുക്കവളെ ഇന്ന് നഷ്ടമായിരിക്കുകയാണ്. എന്നാലും നമുക്ക് റിഗ്രറ്റൊന്നും ഇല്ല. കാരണം ഈ 250 രൂപയ്ക്കുള്ള മുതൽ മുടക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് ആ ഒരു മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തെ സന്തോഷവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കോഴിയമ്മേ, 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 എൻ്റെ കോഴിയമ്മേ, എൻ്റെ കോഴിയമ്മേ, ഇവിടെ ഇല്ലേ, ഇവിടെ വടി, ഇവിടെ വടി. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. കോഴിയമ്മ കോഴിക്കൃഷി അത്ര എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണായിട്ട് നടക്കുമ്പം നമുക്കൊട്ടും നഷ്ടമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ 250 രൂപയ്ക്ക് കോഴിയെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 10 മുട്ട കിട്ടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ രണ്ടിനെയും കൂടെ ഒരു 10-20 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജൈവമായിട്ടൊരു ഇതും ചെയ്യാതെ വളർത്തുന്ന ആ കോഴിയിൽ നിന്ന് മുട്ട കിട്ടുമ്പോൾ തന്നെ നമുക്ക് ലാഭമായിട്ട് വരും. വേറെ കോസ്റ്റൊന്നും വരുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത് തിന്നുന്നത്. വേറെ എക്സ്ട്രാ ആയിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഈ കോഴി 2 കോഴിയൊന്നും വളർത്താനൊന്നും ഒരു പ്രയാസവും ഇല്ല. നമുക്കിപ്പം കോഴീനെ നഷ്ടമായതിന് ചെറിയ സങ്കടമുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു പോസിറ്റീവ് മൈൻഡോടെ നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുവാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കെന്തായാലും ചെറുതായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് ലാഭം എടുക്കാനും പറ്റും.